എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാം, അനുമോളാണ് ഇന്നത്തെ താരം. അനുമോള് വളരെയധികം അനുമോളെ തളർത്താൻ വേണ്ടിയിട്ട് ബി 18 പടി എന്ന് പറയാം, ആ ഒരു ലെവലിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ജീവനെ വരെ ബിയിലേക്ക് പറഞ്ഞു വിട്ടു. പറയുമ്പോൾ പറയാം ഒരു സീരിയലിൻ്റെ പ്രൊമോഷനാണെന്ന്. പക്ഷേ അനുമോളെ മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കറിയാം അനുമോളിൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാഡാവും. അത് അവളുടെ ഒരു ഇതാണ്, അവളെ ഒറിജിനലാണ് അത്. ആ വീക്ക്നെസ് എന്ന് പറയുന്നത് അവളുടെ ഒറിജിനലാണ്. പെട്ടെന്ന് ആരെങ്കിലും തളർത്തിയാൽ പെട്ടെന്ന് വീക്കായി പോകും. അപ്പോൾ നമുക്കൊക്കെ അറിയാം അനുമോളായിട്ടും ജീവനായിട്ടും ചെറിയൊരു പ്രശ്നം ഉള്ളതായിട്ട് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പലതവണ പല രീതിയിലൊരു ചർച്ചകൾ നിൽക്കുകയാണ്. എന്നിരിക്കെ അനുമോളും ജീവനും പ്രണയത്തിലായിരുന്നു എന്നുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ജീവൻ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് നല്ലൊരു സുഹൃത്തുക്കൾ മാത്രമാണെന്ന്. പക്ഷേ ഇന്നലെ ജീവൻ വന്നപ്പോൾ അനുവിൻ്റെ മുഖം ഒരു ഫുൾ പ്രസൻറ്റ് നിന്ന് ഒരു വേറൊരു ലെവലിലേക്ക് എത്തി. ഫുൾ സാഡായിരുന്നു. പോകും വരെ അനുവിന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു രീതിയിലായിരുന്നു അനുവിൻ്റെ ഒരു ആകെ അപ്സെറ്റായിരുന്നു. പിന്നെ പോകുമ്പോഴും കൈയൊന്നും കൊടുത്തിട്ടില്ല. അവസാനം അവൾ ജീവൻ വന്നിട്ട് ഒന്ന് തട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പാട് അനു നോറയോടും അതിലൂടെയൊക്കെ പറയുന്നുണ്ട് അവൻ കാരണം ഞാൻ മരിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രണയമല്ലെങ്കിൽ പിന്നെ എന്തിന് അനുമോൾ മരിക്കുന്നു എന്നുള്ളതും പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു ചോദ്യമാണ്. അപ്പോൾ അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്തിട്ട് വേറെന്തെങ്കിലും രീതിയിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിനോ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ഇന്നും അത് അറിയില്ല. എന്തായാലും അതെന്തെങ്കിലും അനു പറയുകയായിരിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചർച്ചകൾ വന്നേക്കാം. കാരണം ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചർച്ചകൾ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ജീവന ഈ ഇങ്ങനൊരു ചർച്ചകൾ മുമ്പേ നടന്നുകൊണ്ടുള്ള ഒരു ചർച്ചകളാണ്. ജീവനും അനുവായിട്ടുള്ള പ്രശ്നങ്ങൾ മുമ്പേ ഉണ്ടാകുമ്പോഴും ജീവനെ തന്നെ ഈ ഒരു ബിബിൻ്റെ ഉള്ളിലൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അനുവിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അവളെ ഒരു വീക്ക്നെസ്സിൽ കയറി പിടിച്ചതാണ്. കാരണം അവൾ സാഡായ കുറച്ച് കളിയൊക്കെ കുറച്ച് ലൈറ്റായി പോകും. അപ്പോൾ പ്രേക്ഷക പിന്തുണ കുറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തതെന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അത് തളർത്താൻ പറ്റിയിട്ട എന്നുള്ളത് യാഥാർത്ഥ്യം. കൂടുതൽ ആൾക്കാർ അനുവിൻ്റെ സങ്കടം കണ്ടിട്ട് കൂടുതൽ സപ്പോർട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബിഗ് ബോസ് നോക്കിയാൽ അനീഷ്, നമുക്ക് പേരെടുത്ത് പറയാനുള്ളത് അനീഷ്, ഷാനവാസ്, അനു, ഈ 3 പേരാണ് പേരെടുത്ത് പറയാനുള്ളത്. അവർ തന്നെയാണ് ഈ 3-ൽ-1 കപ്പ് തൂക്കുകയും എന്നുള്ളത് നിസ്സംശയം പറയാം. എന്നിരിക്കെ ബിഗ് ബോസ് പല അടവുകളും പയറ്റുന്നുണ്ട്. പക്ഷേ പറ്റിക്കോട്ട് എന്തായാലും ആരെയും ഈ 3-ആളെയും തളർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അനീഷിനും ഇട്ടിട്ടൊരു പണി കൊടുത്തതാണ് ബിഗ് ബോസ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ആരെ എവിക്ഷന് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒക്കെ നമുക്ക് കണ്ടതാണ്. പക്ഷെ അത് അനീഷ് വീണ്ടും നേടിയെടുത്തു. എന്തായാലും നമുക്ക് നോക്കാം ഇപ്രാവശ്യം. ഇന്നിപ്പോൾ നമുക്ക് അറിയാം ഇന്ന് ആരൊക്കെ എവിക്റ്റാവും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഇന്ന് സാബുമോനെയാണ് കൂടുതൽ എവിക്റ്റാവാനുള്ള സാധ്യത ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു.